സദൃശ്യവാക്യങ്ങൾ 19:2 തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നതോ പിഴച്ചു പോകുന്നു. വീണ്ടും വിചാരമില്ലാതെ നാം എന്ത് ചെയ്താലും അത് അപകടത്തിലേക്കും നാശത്തിലേക്കും എത്തിക്കുവാൻ സാധ്യതയുണ്ട്. ഇവിടെ പറയുന്നത് വേഗത്തിൽ അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ആ തീരുമാനം തെറ്റായിരുന്നുവെന്ന് പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും എന്നതാണ്. പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലോ ആകർഷണീയതയിലോ മറ്റുള്ളവരുടെ സ്വാധീനം മൂലമോ ദൈവാശ്രയം ഇല്ലാത്തത് മൂലമോ ഒക്കെ നമ്മുടെ ചുവടുകൾ പിഴയ്ക്കാറുണ്ട്. എന്നാൽ സങ്കീർത്തനം 37:23 ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. തത്രപ്പെട്ട് ബുദ്ധിശൂന്യത കാണിച്ച് പിഴച്ചു പോകുന്ന കാലടികൾ വയ്ക്കുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിച്ച് ബുദ്ധിപൂർവം നമുക്ക് മുൻപോട്ട് പോകാം. സദൃശ്യവാക്യങ്ങൾ 28:20 ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കില്ല എന്ന് എഴുതിയിരിക്കുന്നു. പെട്ടെന്ന് ധനം സമ്പാദിക്കുവാൻ നാം കുറുക്കു വഴികൾ തേടുമ്പോൾ അത് നാശത്തിലേക്ക് നമ്മെ എത്തിക്കുമെന്ന് വചനം പറയുന്നു. പലപ്പോഴും പെട്ടെന്ന് ധനം സമ്പാദിക്കുവാനായി മയക്കുമരുന്ന് കച്ചവടത്തിലും മറ്റ് നിയമത്തിന് വിരോധമായ പലതിലും ജനം ഇടപെടുന്നു. അത് മറ്റുള്ളവരെ എത്ര ദോഷത്തിൽ സ്വാധീനിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല. എന്നാൽ അതിൻ്റെയൊക്കെ അന്ത്യം നാശമായിരിക്കുമെന്നിവിടെ പറഞ്ഞിരിക്കുന്നു. യാക്കോബ് 1:19 ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ എന്ന് നാം വായിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പറഞ്ഞാലും കേട്ടാലും അതിന് ഉടനടി മറുപടി പറയുന്നവരെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പെട്ടെന്നുള്ള ഉത്തരങ്ങളും മറുപടികളുമൊക്കെ നമ്മെ കോപത്തിലേക്കും അത് മുഖാന്തരം കൂടുതൽ ഗൗരവമായ പ്രശ്നത്തിലേക്കും ചിലപ്പോഴൊക്കെയെങ്കിലും കൊലപാതകത്തിലേക്ക് പോലും നയിച്ചതായി നാം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. മറുപടി പറയുവാൻ ബുദ്ധിയോടെ വാക്കുകളെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ഒരിക്കലും ഒരു കാര്യത്തിലും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാതെ പെട്ടെന്നുണ്ടാകുന്ന വികാരവിക്ഷോഭത്തിൽ നിന്ന് പ്രവർത്തിക്കാതെ ദൈവാലോചന അറിഞ്ഞ് അപ്രകാരം പ്രവർത്തിക്കുവാൻ തക്ക ആത്മീയ പക്വതയുള്ളവരായി നമുക്ക് മാറാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ ഹിതപ്രകാരമല്ലാതെ തത്രപ്പെട്ട് ഒന്നും പറയുവാനോ ചെയ്യുവാനോ ഞങ്ങളെ അനുവദിക്കരുതേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.